അപ്പോൾ നമ്മൾ എന്തായിരുന്നു ഡിസ്കസ് ചെയ്യുന്നത്? പ്ലാങ്ക്സ് റേഡിയേഷനിലൂടെ ഡെറിവേഷനാണ്. അതിൽ നമ്മൾ നമ്പർ ഓഫ് ഫോട്ടോൺസ് കണ്ടുപിടിച്ചു. ന്യൂ ആൻഡ് ന്യൂ പ്ലസ് ഡി ന്യൂ പറഞ്ഞിട്ടുള്ള ഫ്രീക്വൻസി റേഞ്ചിലുള്ള നമ്പർ ഓഫ് ഫോട്ടോൺസ് എന്ത് ചെയ്തു കണ്ടുപിടിച്ച് എന്തായിരുന്നു? എൻ ഓഫ് ന്യൂ ഡി ന്യൂ ഇസ് ഈക്വൽ ടു ജി ഓഫ് ന്യൂ ഡി ന്യൂ ഡിവൈഡഡ് ബൈ ഇ റേസ് ടു എച്ച് ന്യൂ ബൈ കെ ടി മൈനസ് 1. അതിൽ ജി ഓഫ് ന്യൂ ഡി ന്യൂ ആ ടേം എന്താണെന്ന് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. എന്താണ് ജി ഓഫ് ന്യൂ ഡി ന്യൂ പറഞ്ഞാൽ? ന്യൂ ആൻഡ് ന്യൂ പ്ലസ് ഡി ന്യൂ പറഞ്ഞിട്ടുള്ള ഫ്രീക്വൻസി റേഞ്ചിൽ ഫേസ് സ്പേസ് വോളിയത്തിലുള്ള നമ്പർ ഓഫ് സ്റ്റേറ്റ്സ് ആണ് എന്ത്? ജി ഓഫ് ന്യൂ ഡി ന്യൂ. അപ്പോൾ ജി ഓഫ് ന്യൂ ഡി ന്യൂ എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുക? മൊമെൻറ്റം സ്പേസിലുള്ള വോളിയം ഇൻറ്റു ഓർഡിനറി സ്പേസിലുള്ള വോളിയം ഡിവൈഡഡ് ബൈ എച്ച് ക്യൂബ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? ജി ഓഫ് ന്യൂ ഡി ന്യൂ കിട്ടും. സോ ഇത് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ആദ്യം എന്ത് കാൽക്കുലേറ്റ് ചെയ്യണം? മൊമെൻറ്റം സ്പേസിലുള്ള വോളിയം കാൽക്കുലേറ്റ് ചെയ്യണം. മൊമെൻറ്റം സ്പേസിലുള്ള വോളിയം കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് കൺസിഡർ ചെയ്തു? രണ്ട് സ്ഫെറിക്കൽ സ്ഫിയർ കൺസിഡർ ചെയ്തു. ഒന്നിൻ്റെ റേഡിയസ് പി ആണ്, മറ്റതിൻ്റെ റേഡിയസ് എന്താണ്? പി പ്ലസ് ഡി പി ആണ്. ഈ ഫിഗർ നമ്മൾ മാക്സ്വെൽ ബോൾട്സ്മാൻ സ്റ്റാറ്റിസ്റ്റിക്സിൽ ഇതേപോലെ തന്നെ സ്റ്റേറ്റ്സ് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ മൊമെൻറ്റം സ്പേസ് എടുത്തിട്ടുണ്ട്. സെയിം മൊമെൻറ്റം സ്പേസ് ആണ് ഇവിടെയും വരിക. അപ്പോൾ എന്താണ്? രണ്ട് റേഡിയസ് ആണ്. ഫസ്റ്റ് ഉള്ളത്തെ സ്ഫിയറിൻ്റെ റേഡിയസ് പി ആയിരിക്കും, അതിന് പുറത്തുള്ള സ്ഫിയറിൻ്റെ റേഡിയസ് പി പ്ലസ് ഡി പി ആയിരിക്കും. സോ അതിൻ്റെ ഇടയിൽ ഒരു വോളിയം വരും, ഈ രണ്ട് സ്ഫിയറിൻ്റെ ഇടയിലുള്ള വോളിയം വരും. ആ വോളിയമാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അതായത് വോളിയം ഓഫ് ദ ഷെൽ ഇൻ ദ മൊമെൻറ്റം സ്പേസ് ആണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ആ വോളിയം എന്തായിരിക്കും? ഫസ്റ്റ് പുറത്ത് ഔട്ടർ സ്ഫിയറിൻ്റെ വോളിയം, ഔട്ടർ സ്ഫിയറിൻ്റെ വോളിയത്തിൽ നിന്നും ഇന്നർ സ്ഫിയറിൻ്റെ വോളിയം മൈനസ് ചെയ്താൽ നമുക്ക് ആ ഒരു ഷെല്ലിൻ്റെ വോളിയം കിട്ടും. അപ്പോൾ ഔട്ടർ സ്ഫിയറിൻ്റെ വോളിയം എന്താണ്? വോളിയം ഓഫ് ദ സ്ഫിയർ എന്താണ്? 4/3 πr ക്യൂബാണ്. അപ്പോൾ ഔട്ടർ സ്ഫിയർ ആകുമ്പോൾ അവിടെ ഇങ്ങനെ ആർ എന്താണ്? പി പ്ലസ് ഡി പി ആണ്. അപ്പോൾ വോളിയം എന്ത് വരും? 4/3 π പി പ്ലസ് ഡി പി ഓൾ ക്യൂബ് എന്ന് വരും. ഇനി മൈനസ് അതിൽ നിന്ന് എന്ത് ചെയ്യണം? ഇന്നർ സ്ഫിയറിൻ്റെ വോളിയം മൈനസ് ചെയ്യണം. ഇന്നർ സ്ഫിയറിൻ്റെ വോളിയം എന്താണ്? 4/3 π പി ക്യൂബാണ്. സോ എന്ത് വരും? വോളിയം ഓഫ് ദ ഷെൽ ഇസ് ഈക്വൽ ടു 4/3 π. നമുക്ക് കോമൺ ആയിട്ട് ഔട്ട് സൈഡ് എടുക്കാം. അപ്പോൾ ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ എന്താ വരിക? പി പ്ലസ് ഡി പി ഓൾ ക്യൂബ് മൈനസ് പി ക്യൂബ്. നമുക്ക് ന്യൂൻ്റെ ടേമിലാണ് കിട്ടേണ്ടത്. അപ്പോൾ പി ഇസ് ഈക്വൽ ടു എന്താണ്? മൊമെൻറ്റം ഇസ് ഈക്വൽ ടു എച്ച് ന്യൂ ബൈ സി ആണെന്ന് നമുക്കറിയാം. അതിന് നമുക്ക് എന്ത് കാൽക്കുലേറ്റ് ചെയ്യാം? ഡി പി കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പോൾ ഡി പി എന്തായിരിക്കും? ഡി പി ഇസ് ഈക്വൽ ടു എച്ച് ഡി ന്യൂ ബൈ സി ആയിരിക്കും. സോ നമുക്ക് എന്ത് ചെയ്യാം? അവിടെ അങ്ങനെ നമ്മൾ ഇക്വേഷനിൽ പിയുടെ ടേമിലാണ് വന്നിട്ടുള്ളത് വോളിയം. സോ പിയുടെ ടേമിൽ നിന്ന് അത് ന്യൂയുടെ ടേമിലേക്ക് കൺവേർട്ട് ചെയ്യുക. അതിന് വേണ്ടിയിട്ട് പിയും ഡി പി അവിടെ അങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. പിയും ഡി പി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അപ്പോൾ അതിൽ കോമൺ ആയിട്ട് ഏത് ടേം വരുന്നുണ്ട്? എച്ച് ബൈ സി ഓൾ ക്യൂബ് വരുന്നുണ്ട്. ആ ടേം ഔട്ട് സൈഡ് എടുക്കുക. അപ്പോൾ എന്ത് വരും? 4/3 π എച്ച് ക്യൂബ് ബൈ സി ക്യൂബ്. പിന്നെ ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ എന്താ ഉണ്ടാവുക? ന്യൂ പ്ലസ് ഡി ന്യൂ ഓൾ ക്യൂബ് മൈനസ് ന്യൂ ക്യൂബ് എന്ന് വരും. ഇനി എ പ്ലസ് ബി ഓൾ ക്യൂബ് എന്താണ്? എ ക്യൂബ് പ്ലസ് 2ab² പ്ലസ് 2a² ബി പ്ലസ് ബി ക്യൂബാണ്. അതുപോലെ ഇവിടെ അങ്ങനെ ന്യൂ പ്ലസ് ഡി ന്യൂ ഓൾ ക്യൂബിനെ അങ്ങനെ എഴുതാം. ഇപ്പോൾ എന്ത് വരും? പുറത്ത് ഔട്ട് സൈഡിൽ എന്തുണ്ടാവും? 4/3 π എച്ച് ക്യൂബ് ബൈ സി ക്യൂബ് ഉണ്ടാവും, കോമൺ ആയിട്ട് ഔട്ട് സൈഡ് എടുത്തത്. പിന്നെ ടി പ്ലസ് ഡി ന്യൂ ഓൾ ക്യൂബിനെ നമ്മൾ എക്സ്പാൻഡ് ചെയ്ത് എഴുതുമ്പോൾ എന്ത് വരും? ന്യൂ ക്യൂബ് പ്ലസ് 3 ഡി ന്യൂ പ്ലസ് 3 ന്യൂ ഡി ന്യൂ സ്ക്വയർ പ്ലസ് ഡി ന്യൂ ക്യൂബ്. പിന്നെ മൈനസ് ഒരു ന്യൂ ക്യൂബ് ഉണ്ടല്ലോ, ആ ന്യൂ ക്യൂബ് വരും. സോ ന്യൂ ക്യൂബ് എന്ത് ചെയ്തു? ക്യാൻസലായി പോയി. ഇക്വേഷൻ എന്തായിട്ട് മാറും? വോളിയം ഇസ് ഈക്വൽ ടു 4/3 π എച്ച് ക്യൂബ് ബൈ സി ക്യൂബ് ഇൻറ്റു 3 ന്യൂ സ്ക്വയർ ഡി ന്യൂ പ്ലസ് 3 ന്യൂ ഡി ന്യൂ സ്ക്വയർ പ്ലസ് ഡി ന്യൂ ക്യൂബ് എന്ന് വരും. ഇവിടെ അങ്ങനെ ഡി ന്യൂ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ചെറിയ ക്വാണ്ടിറ്റിയാണ്. സോ നമുക്ക് എന്ത് ചെയ്യാം? ഡി ന്യൂ ക്യൂബ് പറയുമ്പോൾ അതിനേക്കാളും ചെറിയ ക്വാണ്ടിറ്റി ആവും. അതേപോലെ തന്നെ 3 ഡി ന്യൂ സ്ക്വയർ എന്ന് പറഞ്ഞാലും ചെറിയ ക്വാണ്ടിറ്റി ആവും. സോ ഡി ന്യൂൻ്റെ പവേഴ്സൊക്കെ നമുക്ക് നെഗ്ലക്റ്റ് ചെയ്യാം. അപ്പോൾ നമ്മളെ വോളിയം എന്തായിട്ട് വരും? 4/3 π എച്ച് ക്യൂബ് ബൈ സി ക്യൂബ്. പിന്നെ ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ എന്ത് മാത്രമേ ഉണ്ടാവുകയുള്ളൂ? 3 ന്യൂ സ്ക്വയർ ഡി ന്യൂ എന്ന് മാത്രമേ ഉണ്ടാവുകയുള്ളൂ. സോ 3 ക്യാൻസലായിപ്പോയി. നമ്മൾ വോളിയം എന്തായിരിക്കും? വോളിയം ഓഫ് ദ ഷെൽ ഇൻ ദ മൊമെൻറ്റം സ്പേസ് ഇൻ ബിറ്റ്വീൻ പി ആൻഡ് പി പ്ലസ് ഡി പി എന്ത് വരും? 4 π എച്ച് ക്യൂബ് ന്യൂ സ്ക്വയർ ഡി ന്യൂ ബൈ സി ക്യൂബ് എന്ന് വരും.
ഇതിന്ന് ജി ഓഫ് ന്യൂ ഡി ന്യൂ എന്തെഴുതാം? ജി ഓഫ് ന്യൂ ഡി ന്യൂ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? വോളിയം ഓഫ് ദ സിസ്റ്റം ഇൻ മൊമെൻറ്റം സ്പേസ് ഇൻറ്റു വോളിയം ഓഫ് ദ സിസ്റ്റം ഇൻ ഓർഡിനറി സ്പേസ് ഡിവൈഡഡ് ബൈ എച്ച് ക്യൂബ്. വോളിയം ഓഫ് ദ സിസ്റ്റം ഇൻ ഓർഡിനറി സ്പേസ് നമുക്ക് വി എന്നെടുക്കുക. അങ്ങനെയാണെങ്കിൽ ജി ഓഫ് ന്യൂ ഡി ന്യൂ എന്തായിരിക്കും? 4 h ക്യൂബ് ന്യൂ സ്ക്വയർ ഡി ന്യൂ ബൈ സി ക്യൂബ് ഇൻറ്റു വി എന്ന് വരും. പിന്നെ ബൈ എച്ച് ക്യൂബ് എന്ന് വരും. സോ എച്ച് ക്യൂബ് എന്ത് ചെയ്യും? ക്യാൻസലായി പോവും. അപ്പോൾ എന്ത് വരും? ജി ഓഫ് ന്യൂ ഡി ന്യൂ ഇസ് ഈക്വൽ ടു 4 ബൈ സി ക്യൂബ് ഇൻറ്റു ന്യൂ സ്ക്വയർ ഡി ന്യൂ വി എന്ന് വരും. വി പറഞ്ഞാൽ എന്തായിരുന്നു? ഫോട്ടോൺ ഗ്യാസ് ഓർഡിനറി സ്പേസിലുള്ള വോളിയം ആയിരുന്നു വി എന്നുള്ളത്. ഫോട്ടോൺസിന് എന്തുണ്ട്? 2 സ്റ്റേറ്റ്സ് ഓഫ് പോളറൈസേഷൻ ആണ്. ലെഫ്റ്റ് ഹാൻഡ് പോളറൈസേഷൻ ഉണ്ട്, റൈറ്റ് ഹാൻഡ് പോളറൈസേഷൻ ഉണ്ട്. അതുകൊണ്ട് തന്നെ ജി ഓഫ് ന്യൂ ഡി ന്യൂനെ എന്ത് ചെയ്യണം? 2 ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യണം. സോ നമ്പർ ഓഫ് സ്റ്റേറ്റ്സ് ജി ഓഫ് ന്യൂ ഡി ന്യൂ എന്തായിട്ട് വരും? 8 ന്യൂ സ്ക്വയർ ഡി ന്യൂ വി ബൈ സി ക്യൂബ് എന്ന് വരും. സോ ഇതിന് നമുക്ക് നമ്പർ ഓഫ് ഫോട്ടോൺസ് കാൽക്കുലേറ്റ് ചെയ്യാം. നമ്പർ ഓഫ് ഫോട്ടോൺസ് എൻ ഓഫ് ന്യൂ ഡി ന്യൂ എന്തായിരുന്നു? ജി ഓഫ് ന്യൂ ഡി ന്യൂ ബൈ ഇ റേസ് ടു എച്ച് ന്യൂ ബൈ കെ ടി -1 ആയിരുന്നല്ലോ. അപ്പോൾ ജി ഓഫ് ന്യൂ ഡി ന്യൂ എന്ത് ചെയ്യുക? അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ദെർഫോർ എൻ ഓഫ് ന്യൂ ഡി ന്യൂ എന്താണ്? 8 ന്യൂ സ്ക്വയർ വി ഡി ന്യൂ ബൈ സി ക്യൂബ് ഇൻറ്റു ഇ റേസ് ടു എച്ച് ന്യൂ ബൈ കെ ടി -1 ആണ്. നമുക്കറിയാം ഓരോ ഫോട്ടോണിൻ്റെയും എനർജി എന്താണ്? എച്ച് ന്യൂ ആണ്. സോ എനർജി ഡെൻസിറ്റി നമുക്കിതൊന്ന് കാൽക്കുലേറ്റ് ചെയ്യാം. എനർജി ഡെൻസിറ്റിനെ യു ഓഫ് ന്യൂ എന്നെടുക്കുകയാണെങ്കിൽ യു ഓഫ് ന്യൂ ഇസ് ഈക്വൽ ടു എന്താണ്? ടോട്ടൽ എനർജി ബൈ വോളിയം ആണ്. നമുക്കറിയാം ഓരോ ഫോട്ടോണിൻ്റെയും എനർജി എച്ച് ന്യൂ ആണ്. ആൻഡ് നമ്പർ ഓഫ് ഫോട്ടോൺസ് എന്നുള്ളത് എൻ ഓഫ് ന്യൂ ഡി ന്യൂ ആണെന്ന് നമുക്കറിയാം. സോ അതിൽ നമുക്ക് ടോട്ടൽ എനർജി എന്തെന്ന് എഴുതാം? എൻ ഓഫ് ന്യൂ ഇൻറ്റു എച്ച് ന്യൂ എന്ന് എഴുതാം. എൻ ഓഫ് ന്യൂ ഡി ന്യൂ ഇൻറ്റു എച്ച് ന്യൂ ആയിരിക്കും എന്ത്? ടോട്ടൽ എനർജി. സോ യു ഓഫ് ന്യൂ എന്ത് വരും? എൻ ഓഫ് ന്യൂ എച്ച് ന്യൂ ഡി ന്യൂ ബൈ വി, വോളിയം വി ആണല്ലോ. സോ യു ഓഫ് ന്യൂ ഡി ന്യൂ ഇസ് ഈക്വൽ ടു എൻ ഓഫ് ന്യൂ ഡി ന്യൂ എന്ത് ചെയ്യുക? അവിടെ അങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. എൻ ഓഫ് ന്യൂ ഡി ന്യൂ എന്തായിരുന്നു? 8 ന്യൂ സ്ക്വയർ വി ഡി ന്യൂ ബൈ സി ക്യൂബ് ഇൻറ്റു ഇ റേസ് ടു എച്ച് ന്യൂ ബൈ കെ ടി -1 ആണ്. അതവിടെ അങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ എന്ത് ചെയ്യും? വിയും കാൽക്കുലേറ്റ് ചെയ്ത് പോകും. ക്യാൻസലായിട്ട് പോകും. സോ എനർജി ഡെൻസിറ്റി യു ഓഫ് ന്യൂ ഡി ന്യൂ എന്താണ്? 8 എച്ച് ന്യൂ ക്യൂബ് ബൈ സി ക്യൂബ് ഡി ന്യൂ ബൈ ഇ റേസ് ടു എച്ച് ന്യൂ ബൈ കെ ടി -1 ആണ്. ഇതാണ് എന്ത്? പ്ലാങ്ക്സ് റേഡിയേഷൻ ലോ ഫോർ ബ്ലാക്ക് ബോഡി റേഡിയേഷൻ. ഇനി നമുക്ക് എന്ത് ചെയ്യാണ്? ഇപ്പോൾ നമുക്ക് കിട്ടിയിട്ടുള്ളത് ഇൻ ടേംസ് ഓഫ് ഫ്രീക്വൻസിയാണ് പ്ലാങ്ക്സ് റേഡിയേഷൻ ലോ. ഇതിനെ നമുക്ക് എന്ത് ചെയ്യാണ്? വേവ് ലെങ്ത്തിൻ്റെ ടേംസിലുള്ള ലോ ആക്കി കൺവേർട്ട് ചെയ്യാണ്. അപ്പോൾ യു ഓഫ് ന്യൂ ഡി ന്യൂ എന്തായിരുന്നു? 8 എച്ച് ന്യൂ ക്യൂബ് ബൈ സി ക്യൂബ് ഡി ന്യൂ ബൈ എച്ച് ന്യൂ ബൈ കെ ടി -1 ആണ്. നമുക്കറിയാം ന്യൂ ഇസ് ഈക്വൽ ടു എന്താണ്? സി ബൈ ലാംഡ ആണെന്ന് അറിയാം. അതൊന്ന് നമുക്ക് ഡി ന്യൂ എന്തെഴുതാം? ഡി ന്യൂ ഇസ് ഈക്വൽ ടു -c ബൈ ലാംഡ സ്ക്വയർ ഡി ലാംഡ. 1 ലാംഡയുടെ ഡെറിവേറ്റീവ് എന്താണ്? -1 ലാംഡ സ്ക്വയർ അല്ലേ. സോ ഡി ന്യൂ എന്ത് വരും? -c ബൈ ലാംഡ സ്ക്വയർ ഡി ലാംഡ എന്ന് വരും. ഇനി നമ്മൾ യു ഓഫ് ന്യൂ ഡി ന്യൂൻ്റെ ഇക്വേഷനിൽ എന്ത് ചെയ്യുക? ഈ ന്യൂവും ഡി ന്യൂവും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അങ്ങനെ ആകുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? വേവ് ലെങ്ത്തിൻ്റെ ടേംസിലുള്ള പ്ലാങ്ക്സ് ലോ കിട്ടും. സോ എന്താ വരിക? യു ഓഫ് ലാംഡ ഡി ലാംഡ ഇസ് ഈക്വൽ ടു 8 എച്ച് ബൈ സി ക്യൂബ്. ഇനി ന്യൂ ക്യൂബ് ഉള്ളത് അവിടെ എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു? സി ബൈ ലാംഡ. അപ്പോൾ എന്ത് വരും? സി ക്യൂബ് ബൈ ലാംഡ ക്യൂബ് എന്ന് വരും. പിന്നെ 1 ഇ റേസ് ടു എച്ച് ന്യൂ ബൈ കെ ടി ആണ്. അപ്പോൾ അവിടെ അങ്ങനെ ന്യൂക്ക് സി ബൈ ലാംഡ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് എന്ത് വരും? എച്ച് സി ബൈ ലാംഡ കെ ടി -1 എന്ന് വരും. ഡി ന്യൂവിന് പകരം എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക? -c ബൈ ലാംഡ സ്ക്വയർ ഡി ലാംഡ എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ അതിൽ ക്യാൻസൽ ചെയ്യാനുള്ളതൊക്കെ ക്യാൻസൽ ചെയ്യാം. നമുക്ക് സി ക്യൂബ് എന്ത് ചെയ്യാം? ക്യാൻസൽ ചെയ്യാം. അപ്പോൾ നമുക്ക് യു ഓഫ് ലാംഡ ഡി ലാംഡ എന്ത് വരും? 8 എച്ച് സി ലാംഡ റേസ് ടു -5. കാരണം ലാംഡ റേസ് ടു 5 ഡിനോമിനേറ്ററിലാണ്, അത് ന്യൂമറേറ്റർക്ക് കൊടുക്കുന്നു. അപ്പോൾ എന്ത് വരും? 8 എച്ച് സി ലാംഡ റേസ് ടു -5 ബൈ ഇ റേസ് ടു എച്ച് സി ബൈ ലാംഡ കെ ടി -1 ഡി ലാംഡ എന്ന് വരും. ഇതാണ് എന്ത്? പ്ലാങ്ക്സ് ലോ ഇൻ ടേംസ് ഓഫ് വേവ് ലെങ്ത്. അപ്പോൾ നമ്മളിതിൽ എന്തൊക്കെ പഠിച്ചു? ഇൻ ടേംസ് ഓഫ് ഫ്രീക്വൻസിയിലുള്ള പ്ലാങ്ക്സ് ലോയും പഠിച്ചു, ഇൻ ടേംസ് ഓഫ് വേവ് ലെങ്ത്തിലുള്ള പ്ലാങ്ക്സ് ലോയും പഠിച്ചു. So let us wind up the class. Thank you.